ഹലോ, എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മീൻ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിയല്ല ഉണ്ടാക്കുന്നത്, ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഈ മീനിൻ്റെ പേര് എല്ലാവർക്കും അറിയാവോ? അപ്പോൾ ഇത് തിലോപ്പിയ മീൻ എന്നാണ് പറഞ്ഞിനി. അപ്പോൾ ഇത് തിലോപ്പിയ മീനല്ല, വേറെ അതുപോലത്തെ എന്തോ ഒരു മീനാണ്. ഇതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല. ഇതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മുറിച്ചെടുക്കാം. നല്ല ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മീനെല്ലാം ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തലയുടെ മുകൾ ഭാഗത്തു നിന്നെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മസാല എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കാം. 2 ടേബിൾ സ്പൂൺ നിറയെ പറങ്കിപ്പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി വേണം. ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഉപ്പ്. ഇത്രയാണ് ഞാൻ മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മീനിൻ്റെ മസാലയെല്ലാം റെഡിയാക്കാം. പറങ്കിപ്പൊടി ഇട്ടു. അപ്പം അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരക്കുന്ന സമയത്ത് ഇതിനൊക്കെ വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് നാരങ്ങയുടെ നീര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയുടെ നീര് ചേർത്തു. അപ്പോൾ നമ്മൾക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചവെള്ളമല്ല എടുക്കുന്നത് കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ട് ഇതിന് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾക്കിതൊന്ന് കൈ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എന്നാലാണ് ഇത് ശരിക്കൊന്ന് ആ ഉണ്ടയിലൊന്ന് മാഞ്ഞ് ഇങ്ങനെ പോയി കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും മസാല അന്നേരം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്നെല്ലാം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടിട്ട് അത് മസാല പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ വലിയ മീനായതുകൊണ്ട് 2 എണ്ണം ഞാനൊന്ന് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മീൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മസാല പുരട്ടി എടുക്കാം. കൈകൊണ്ട് തന്നെ നമ്മൾ മസാല പുരട്ടി എടുക്കണം കേട്ടോ. തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ അത് ശരിക്കും മീനിൽ നല്ല വൃത്തിയിൽ പിടിക്കില്ല. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മസാല പിടിപ്പിച്ചെടുക്കാൻ നല്ലത്. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ മസാല പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ മീൻ നന്നായിട്ട് മസാലയെല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനെല്ലാം ഞാൻ നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ മസാല പിടിപ്പിച്ച് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി മസാല പിടിപ്പിച്ച മീനിൻ്റെ കഷ്ണങ്ങൾ നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മെല്ലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണ അല്ലെങ്കിൽ കൈക്ക് മുഖത്തെല്ലാം തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടെ
ഇതിലേക്ക് ആവില്ല. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ പറ്റിപ്പിടിച്ച മാതിരിയാവും. അതിങ്ങനെ അപ്പോൾ ഇത് ഒന്ന് നന്നായി ഒന്ന് ഫസ്റ്റ് ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് തീ വളരെ കുറച്ച് വെച്ചിട്ട്, അതായത് പിന്നെ വളരെ കുറച്ചല്ല, അതായത് മീഡിയത്തിലുമല്ല, അതിൻ്റെ ഒരു ഇടയിലായിട്ട് നമുക്കിത് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഉള്ള് ഒരുപാട് തീയിലിട്ട് വേവിച്ചാൽ ഇതൊന്ന് ഉള്ള് നമുക്ക് ഫ്രൈ ഇങ്ങനെ വെന്ത് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ അങ്ങനെ തീ കുറച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായി അതിൻ്റെ ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനും തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഇതൊന്ന് ഈ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇട്ട് കൊടുത്ത മീനെല്ലാം ഞാൻ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞ തീയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ചൂടായ എണ്ണ കയ്യിലേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനിൻ്റെ രണ്ട് വശങ്ങളും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കരിഞ്ഞ പോലെ കാണുന്നതിൻ്റെ മസാലയാണ് കേട്ടോ അത് കരിഞ്ഞത്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മീൻ ഫ്രൈ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെറിയൊരു ഗാർണിഷിങ്ങും കൂടെ കൊടുക്കാം കേട്ടോ ഇതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.